നിർത്തിയിട്ടില്ല. ആകെ നിർത്തിയത് തലശ്ശേരിയിലാണ് തോന്നുന്നു കാരായി രാജനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയത്. എങ്ങനെയാണ് SDPIക്ക് പലയിടങ്ങളിലും ശക്തമായി തന്നെ വോട്ടുണ്ട്, തരക്കേടില്ലാത്ത വോട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ? അല്ല, ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് കാരായി രാജൻ. സഖാവ് രാജൻ ഒരു കള്ളക്കേസിൽ പ്രതിയാണ്, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ രാജനെ കള്ളക്കേസിൽ പെടുത്തിയത് യഥാർത്ഥത്തിൽ RSSകാർ നടത്തിയിട്ട് ഒരു കൊലപാതക കേസിലാണ് CPM-ന്റെ നേതാവായിട്ട് സഖാവ് രാജനെ കള്ളക്കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ SDPI സ്ഥാനാർത്ഥി രാജനെതിരായിട്ട് മത്സരിക്കുക, എന്നിട്ട് CPM-ഉം പിന്നെ SDPIയും തമ്മിൽ ഡീലുണ്ടെന്ന് വാദിക്കുക, അതെങ്ങനെയാണ് പൊരുത്തപ്പെടുക? CPM സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണല്ലോ കാരായി രാജൻ. രാജനെതിരായിട്ട് അവിടെ SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ട്. SDPI വോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണോ CPM-ന്റെ നിലപാട്? അല്ലല്ല, CPM-ന്റെ നിലപാട് പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഗീയതക്കും എതിരാണ്. ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വ UDF-നെതിരാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ VD സതീശൻ, കണ്ടിട്ടില്ലേ നിങ്ങൾ? RSS നേതാവായിട്ടുള്ള ഗുരുജി വോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ കുമ്പിട്ട് വിളക്ക് കൊളുത്തുന്ന ചിത്രം വന്നല്ലോ. അപ്പോൾ വർഗീയ ശക്തികളുമായിട്ട് സമരസപ്പെടുക എന്ന നിലപാട് അത് UDF-നാണുള്ളത്. അപ്പോൾ UDF-നെയും BJP-യെയും ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. വ്യക്തികൾ എന്ന നിലക്ക് പലരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ നിലപാടിനനുസരിച്ചാണ്. വിശാലാർത്ഥത്തിൽ നിയമത്ത് ഈ ആരുടെയും വോട്ട് വാങ്ങാമെന്ന് ശിവൻകുട്ടി പറയുന്നു. SDPIയുടെ വോട്ട് അതിൽ ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ എങ്കിലും തളിപ്പറമ്പിലോ കണ്ണൂരിലോ മറ്റിടങ്ങളിലോ അങ്ങനെ വിശാലാർത്ഥത്തിൽ SDPIയുടെ വോട്ട് അല്ല. ഇതില് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. LDF-ന് കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുണ്ട്. ഞങ്ങൾക്ക് ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, ആരെയെങ്കിലും ചാരി നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് നിലപാടിനെ ചാരിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താ ഞങ്ങളുടെ നിലപാട്? ഓരോ പ്രശ്നങ്ങളിലും, സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും LDF-ന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇന്നത്തെ യുദ്ധ സാഹചര്യം BJP-ക്കുണ്ടോ പിന്നെ നിലപാട്? അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന ആക്രമ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് മലയാളികളായിട്ടുള്ള പ്രവാസികളടക്കം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. രാജ്യത്ത് കോർപ്പറേറ്റുകൾ പോറ്റി വളർത്തുന്ന രണ്ട് വലതുപക്ഷ ശക്തികളാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒന്നാം സ്ഥാനമായിരിക്കാം കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുക്കുന്നത് BJP-ക്കാണ്, രണ്ടാം സ്ഥാനമായിരിക്കാം കോൺഗ്രസിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാതെ ജനങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്ന, ജനാധിപത്യ വ്യവസ്ഥയെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. മൂന്നാമതായിട്ട് കേരളത്തിലെ 10 വർഷത്തെ വികസനക്ഷേമ പരിപാടികൾ അത് തുടരണം. അത് തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിനെ പിന്തുണക്കുന്ന ഏത് വ്യക്തിയുടെയും വോട്ട് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണം. അല്ല, ഈ ജമാഅത്ത് സംഘടിതമായ കേരള സ്വഭാവമുള്ള ഒരു സംഘടനയാണ് SDPI. അവരുടെ അണികളിൽ പിന്നീട് വ്യക്തികളായിട്ട് വേറെ ഒരു പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം പൊതുവിൽ അതിനകത്ത് ഉണ്ടാകാറില്ല. അത്തരത്തിൽ ഇത്രയും ഒരുപാട് കേസുകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ പശ്ചാത്തലമുള്ള CPM ഉൾപ്പെടെ SFI ഉൾപ്പെടെ ആൾക്കാർ കൊലപാതക കേസിൽ പ്രതിയായ ആ SDPIയെ വേണ്ട, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് CPM എന്തിനാണ് മടി? അല്ല, നേരത്തെയുള്ള ചോദ്യത്തിന്, താങ്കൾ ചോദിച്ച ചോദ്യത്തിനും വ്യക്തമായ മറുപടി അടങ്ങിയിട്ടുണ്ട്. അതായത് PK ശ്യാമൾ ടീച്ചർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ നിലപാടിന് അനുകൂലമായിട്ട് ഏതൊക്കെ വ്യക്തികൾ വോട്ട് ചെയ്യുമോ ആ വോട്ടുകളെല്ലാം ഞങ്ങൾ സമാഹരിക്കും. നേരത്തെ പറഞ്ഞ മറുപടിയിൽ അതുണ്ട്. മറ്റൊരു വിഷയം, ഈ PDP-യായി ബന്ധപ്പെട്ടിട്ട് താങ്കളെടുത്ത നിലപാട് താങ്കളുടെ പുസ്തകത്തിൽ ഉൾപ്പെടെ പരാമർശിച്ചു പോയതാണ്. മദനിയെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാടൊക്കെ ആ പുസ്തകത്തിലുണ്ട്. അപ്പം അങ്ങനെ ഒരു നിലപാട് താങ്കൾ പുസ്തകം എഴുതിയതിന് ശേഷം PDP മാറിയിട്ടുണ്ടോ? PDP-യുടെ പിന്തുണ LDF-ന് തരുന്നു പറയുമ്പോൾ അതിൻ്റെ അകത്ത് താങ്കൾ, അതായത് എൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതായത് എൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയോ? കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഇസ്ലാമിനെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള സമീപനമാണ് ആ പുസ്തകത്തിലുള്ളത്. അതിൽ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നിലപാടുകളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്.
അവസാന കാലത്ത് മതനിരപേക്ഷത ശക്തികൾക്കൊപ്പമാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. എല്ലാം സമഗ്രമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പിന്തുണയിൽ പ്രശ്നമില്ല എന്ന് തന്നെയാണോ? ഇപ്പൊ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതെല്ലാം വ്യക്തമാണ്. ആ പുസ്തകം നിങ്ങൾ ശരിയായിട്ടൊന്ന് വായിച്ചു നോക്കണം. അന്ന് താങ്കൾക്കെതിരെ അതേക്കുറിച്ച് വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി. അല്ല, പ്രതിഷേധം ഉയർത്തിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മദനിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമുണ്ട്. അവസാന കാലത്ത് അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയത്. ആ നിലക്ക് മതനിരപേക്ഷ നിലപാടിനോടൊപ്പമാണ് അദ്ദേഹം പിൽക്കാലത്ത് നിന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ SDPIയുടെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നില്ല, പക്ഷെ അവരുടെ വോട്ടുകൾ വേണം. അല്ല, അത് നേരത്തെ പറഞ്ഞതിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും എല്ലാം ഒരുപോലെ തന്നെ.